സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ട്രെയിനിങ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്താ നിങ്ങൾക്കറിയാം? ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇവാലുവേറ്റ് ദ ട്രെയിനിങ് പ്രോഗ്രാം. അതായത് ഇറ്റ് ഈസ് നെസസറി ടു ഇവാലുവേറ്റ് വെദർ ദ ട്രെയിനിങ് പ്രോഗ്രാം ഹാസ് അച്ചീവ് ദ ഡിസയേർഡ് റിസൾട്ട് ഓർ നോട്ട്. അതായത് ഉദ്ദേശിച്ച ഫലം കണ്ടെത്തിയിട്ടുണ്ടോ, ഈ ട്രെയിനിങ്ങിലൂടെ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കലാണ് ഇവാലുവേഷനിൽ വരുന്നത്. അപ്പം ഇറ്റ് ഈസ് ഡൺ to analyze the effectiveness of training program and also to help the HR department to make necessary changes in future program. അപ്പോൾ ഇപ്പം ഈ ട്രെയിനിങ് ഇഫക്റ്റീവ് ആണോ, ഇനി ഫ്യൂച്ചറിൽ HR ഡിപ്പാർട്ട്മെൻറ്റിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ട്രെയിനിങ് പ്രോഗ്രാംസിൽ, ഇതൊക്കെ കണ്ടുപിടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ ട്രെയിനിങ് ഇവാലുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര പറഞ്ഞാൽ മതി. ട്രെയിനിങ് ഇവാലുവേഷൻ ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് assessing the effectiveness of a training program. The results of evaluation is used to guide decision making on various aspects of a training program. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം ഇഫക്റ്റീവ് ആയി എന്ന് എപ്പോഴാണ് പറയുക? എ ട്രെയിനിങ് പ്രോഗ്രാം ഇസ് ഇഫക്റ്റീവ് ഇഫ് എംപ്ലോയീസ് ആർ ഏബിൾ ടു ലേൺ ദ സ്കിൽസ് or knowledge and apply the same on their job position. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ ഇനി ട്രെയിനിങ് ഇവാലുവേഷനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇമ്മീഡിയറ്റ് അസസ്മെൻറ്റ് ഓഫ് ട്രെയിനീസ് റിയാക്ഷൻ ടു ദ പ്രോഗ്രാം. ട്രെയിനീസിൻ്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ദെൻ ടു നോ ദ ട്രെയിനീസ് ഒബ്സർവേഷൻ ഡ്യൂറിങ് ദ ട്രെയിനിങ് പ്രോഗ്രാം. And seeking opinion of trainees superior regarding his job performance and behavior before and after training. അപ്പോൾ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് ശേഷം എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഒപ്പീനിയൻ, ട്രെയിനിനെ കുറിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടി സഹായിക്കും. ദെൻ ഇവാലുവേഷൻ ഓഫ് ട്രെയിനീസ് സ്കിൽ ലെവൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രെയിനിങ് പ്രോഗ്രാം. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ എക്സാമിനേഷൻ ഓഫ് ടെസ്റ്റിംഗ് സിസ്റ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ സം ടൈം ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. ടെസ്റ്റിംഗ് സിസ്റ്റം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം നന്നായിട്ടുണ്ട്, അതായത് ടെസ്റ്റ് ചെയ്യാനുള്ള എക്സാമിനേഷൻ ഓഫ് ടെസ്റ്റിംഗ് സിസ്റ്റം. ദെൻ മെഷർമെൻറ്റ് ഓഫ് ട്രെയിനീസ് ആറ്റിറ്റ്യൂഡ്സ് ആഫ്റ്റർ ട്രെയിനിങ് പ്രോഗ്രാം. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. അതായത് എത്ര ചിലവാക്കിയിട്ടുണ്ട് ട്രെയിനിങ് നടത്താൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് അത്രമാത്രം ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, അതൊരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യാനും ഈ വാല്യുവേഷൻ നല്ലതാണ്. ദെൻ സീക്കിംഗ് ഒപ്പീനിയൻ ഓഫ് ട്രെയിനീസ് കൊളീഗ്സ് റിഗാർഡിംഗ് ഹിസ് പെർഫോമൻസ് ആൻഡ് ബിഹേവിയർ. ദെൻ മെഷർമെൻറ്റ് ഓഫ് ലെവൽ ഓഫ് ആബ്സെൻറ്റീസം, ടേൺ ഓവർ, വേസ്റ്റേജ്, ആക്സിഡൻറ്റ്, ബ്രേക്കേജ് ഓഫ് മെഷീനറി ഡ്യൂറിങ് പ്രീ ആൻഡ് പോസ്റ്റ് പീരിയഡ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. അതായത് ട്രെയിനിങ്ങിന് മുന്നേ ട്രെയിനിങ്ങിന് ശേഷം എത്രത്തോളം എംപ്ലോയീസിൻ്റെ ഇടയിൽ ആബ്സെൻറ്റീസ് ഉണ്ട്, ടേൺ ഓവർ ഉണ്ട്, കൊഴിഞ്ഞു പോവലുണ്ട് എംപ്ലോയീസ്, അതേപോലെ വേസ്റ്റേജ് എത്ര വരുന്നത്, ആക്സിഡൻറ്റ്സ്, ദെൻ ബ്രേക്കേജ് ഓഫ് മെഷീനറി. അപ്പം ഒരു ട്രെയിനിങ് കിട്ടിയൊരു എംപ്ലോയിയും ട്രെയിനിങ് കിട്ടുന്നതിന് മുമ്പുള്ള എംപ്ലോയിയും തമ്മിൽ ഈ ഒരു ഇതിൽ എത്രത്തോളം മെഷീൻ ബ്രേക്കേജ് വരുന്നുണ്ട്, അതേപോലെ ആക്സിഡൻറ്റ്സ് വരുന്നുണ്ട്, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രെയിനിങ് ഇവാലുവേഷൻ നടത്തും. ദെൻ സീക്കിംഗ് ഒപ്പീനിയൻ ഓഫ് ട്രെയിനീ സബോർഡിനേറ്റ്സ് റിഗാർഡിംഗ് ഹിസ് ജോബ് പെർഫോമൻസ് ആൻഡ് ബിഹേവിയർ. ഇനി ഈ ജോബ് ഇവാലുവേഷന് വേണ്ടിയിട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൂൾസ് ഫോർ അസസ്മെൻറ്റ്. ഓക്കെ, അപ്പം അതിൽ ലെവൽസ് ഓഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. 4 കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റിയാക്ഷൻ, ലേണിംഗ്, ബിഹേവിയർ ആൻഡ് റിസൾട്ട്സ്. അതായത് ഈ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഒരു ട്രെയിനിങ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ആ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, റിയാക്ഷൻ. റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, an organization evaluates the reaction level of trainees by conducting interviews or by administering questionnaires. അതായത് ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യനെയറോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് എങ്ങനെയാണ് എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഈ ട്രെയിനിങ് കഴിഞ്ഞ ആളുകളുടെ ട്രെയിനീസിൻ്റെ എന്താ പറയുക റിയാക്ഷൻ ലെവൽ എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇനിയിപ്പം ട്രെയിനിങ് അത്രയും നല്ലതായിട്ട് ആ ട്രെയിനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ട് ഇൻ്റർവ്യൂവിൽ പറയും അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറിൽ മാർക്ക് ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് ദ ട്രെയിനിങ് ക്യാൻ ബി ഇഫക്റ്റീവ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ വരുന്നത് ലേണിംഗ് ആണ്. ലേണിംഗ് ലെവൽ ക്യാൻ ബി അസസ്ഡ് ബൈ മെഷറിങ്. ഈ ലേണിംഗ് ലെവലിൽ എന്താണെന്ന് വെച്ചാൽ
ലേണിംഗ് ലെവലിൽ വരുന്നത് ഇറ്റ് ക്യാൻ ബി അസിസ്റ്റ് ബൈ മെഷറിങ് ഹൗ വെൽ ട്രെയിനീസ് ഹാവ് ലേൺഡ് ideas, theories, and attitudes, and whether they acquired the desired skills and knowledge during the ട്രെയിനിങ് പീരിയഡ്. അതായത് ടെസ്റ്റ് ഓൺ ട്രെയിനിങ് ആർ യൂസ് ടു മെഷർ ദ ലേണിംഗ് ഇഫക്റ്റീവ്നെസ്. അപ്പം ഇപ്പോൾ ടെസ്റ്റിൽ നല്ല സ്കോറാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നല്ല ട്രെയിനിങ് ഇഫക്റ്റീവാണെന്ന് മനസ്സിലാക്കാം. അതർവൈസ് ഇഫ് ടെസ്റ്റ് സ്കോർ ഇൻഡിക്കേറ്റ് ലേണിംഗ് പ്രോബ്ലംസ് ദെൻ വി ഷുഡ്, അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ക്യാൻ റീഡിസൈനിങ് ദ ട്രെയിനിങ് കോഴ്സ്. അപ്പം ലേണിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. ദ നെക്സ്റ്റ് വൺ ഈസ് ബിഹേവിയർ. അപ്പോൾ എന്താ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ജോബ് ബിഹേവിയർ ഓഫ് ട്രെയിനീസ് ഇൻഡിക്കേറ്റ്സ് ദ മാനർ ആൻഡ് എക്സ്റ്റെൻറ്റ് ടു വിച്ച് ലേണിംഗ് ഹാസ് ബീൻ അപ്ലൈഡ് ടു ജോബ്. അതായത് ഒരു ജോലിയോടുള്ള ആളുകളുടെ ട്രെയിനീസിൻ്റെ ബിഹേവിയർ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു ട്രെയിനർക്ക് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇഫക്റ്റീവായിട്ട് ഈ പഠിച്ചിരിക്കുന്ന ട്രെയിനിങ്ങിൽ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജോബിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം മെഷർമെൻറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് ഓഫ് പെർഫോമൻസ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ത്രൂ ഇൻ്റർവ്യൂസ് ഓഫ് ട്രെയിനീസ് ആൻഡ് ദിയർ കോവർക്കേഴ്സ് ആൻഡ് ഒബ്സർവിങ് ജോബ് പെർഫോമൻസ്. അപ്പം ആ ഒരു ജോബിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു മാറ്റം, ട്രെയിനിങ്ങിന് മുമ്പേയും പിന്നെയും ഈ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ട്രെയിനീസിനെ ഇൻ്റർവ്യൂ നടത്താം, അല്ലെങ്കിൽ കോവർക്കേഴ്സ് ഉണ്ടാവുമല്ലോ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടും അതേമാതിരി ജോബ് പെർഫോമൻസ് ഒബ്സർവ് ചെയ്തിട്ടും നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്, ട്രെയിനിങ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് റിസൾട്ട്സ് ആണ്. റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ വരുന്നത്, റിസൾട്ട് ഓഫ് ഇഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇവാലുവേറ്റഡ് ബൈ മെഷറിങ് ദി ഇഫക്റ്റ് ഓഫ് ട്രെയിനിങ് ഓൺ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ട്രെയിനിങ് കൊടുക്കുന്നത് ഓർഗനൈസേഷൻ്റെ ചില ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് റിസൾട്ട് അനലൈസ് ചെയ്തിട്ടും നമുക്ക് എന്താക്കാം, ഒരു ട്രെയിനിങ് ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാം. So the results such as improvement in productivity, quality, time, sales, then turnover, reduction in cost and labor turnover can be measured by comparing the results before training and after training. അപ്പോൾ റിസൾട്ട്സ് എന്ന് പറയുന്നത് എന്താ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗോൾ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം. ഇനി ഒരു 5 സ്കെയിലായിട്ട് പിന്നെയും പറയുന്നുണ്ട്. അതായത് ഹാംപ്ലിൻ സജസ്റ്റഡ് 5 ലെവൽസ് അറ്റ് വിച്ച് ഇവാലുവേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് എന്ന്. അതായത് റിയാക്ഷൻ, ലേണിംഗ്, ജോബ് ബിഹേവിയർ, ഓർഗനൈസേഷൻ, അൾട്ടിമേറ്റ് വാല്യൂ. 5 റിയാക്ഷൻ, ലേണിംഗ്, ജോബ് ബിഹേവിയർ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. ഇനി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈ വാല്യുവേഷനിൽ എന്താ ചെയ്യുന്നത്, ഇറ്റ് മെഷേഴ്സ് ദ യൂസ് ഓഫ് ട്രെയിനിങ്, ലേണിംഗ് ആൻഡ് ചേഞ്ച് ഇൻ ദ ജോബ് ബിഹേവിയർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇൻ ദ ഫോം ഓഫ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി, മൊറേൽ, സെയിൽസ് ടേൺ ഓവർ ആൻഡ് ദ ലൈക്ക്. ദെൻ അൾട്ടിമേറ്റ് വാല്യൂ, അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ദ അൾട്ടിമേറ്റ് റിസൾട്ട് ഓഫ് ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം ടു ദ കമ്പനി ഗോൾസ് ലൈക്ക് സർവൈവൽ, ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി എക്സെട്ര. ഓക്കെ, ഇത് കൂടാതെ ട്രെയിനിങ് ഇവാലുവേഷന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഉണ്ട് എന്നുള്ളത്. അതായത് ട്രെയിനിങ് റിസൾട്ട്സ് ക്യാൻ ബി വെരിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനാലിസിസ്. അതായത് ട്രെയിനിങ് വരുന്ന ഡിസ്ട്രിക്റ്റീവ് കോസ്റ്റ് എന്തൊക്കെ ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് അനലൈസ് ചെയ്ത് ഒരു കമ്പാരിസൺ നടത്തിയിട്ട് വി ക്യാൻ അനലൈസ് ദി ട്രെയിനിങ് പ്രോഗ്രാം, ഇവാലുവേറ്റ് ദ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഡിസ്ട്രിക്റ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് വരുന്നത് ട്രെയിനേഴ്സ് സാലറി ആൻഡ് ടൈം. അതായത് ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്ക് മുടക്കിയിരിക്കുന്ന സാലറി എത്രയാണ്, അതേമാതിരി ട്രെയിനിൻ്റെ സാലറി എത്രയാണ്, മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടത് ട്രെയിനിങ്ങിന്, അതേമാതിരി എക്സ്പെൻസസ് ഫോർ ട്രെയിനർ ആൻഡ് ട്രെയിനീസ്, ദെൻ കോസ്റ്റ് ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെൻറ്റ്, ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഇത്രയും കോസ്റ്റുകൾ നോക്കുന്നു, അതിനോടുകൂടി അത് ടോട്ടൽ എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ ബെനിഫിറ്റ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് നോക്കുക. ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുക, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, റിഡക്ഷൻ ഇൻ എറേഴ്സ് ആൻഡ് ആക്സിഡൻറ്റ്സ്, റിഡക്ഷൻ ഇൻ ടേൺ ഓവർ, ലെസ് സൂപ്പർവിഷൻ ഇസ് നെസസറി, അതുവഴി സൂപ്പർവൈസേഴ്സ് സാലറി കുറയ്ക്കാം,
an ability to use new capabilities, change in attitude. ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താക്കാം എന്നാണ് പറയുന്നത്, ട്രെയിനിങ് പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്താൽ. അപ്പോൾ ഇഫ് എ ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇഫ് എ ട്രെയിനിങ് പ്രോഗ്രാം റിലേറ്റഡ് ടു സേഫ്റ്റി ലീഡ് ടു റിഡക്ഷൻ ഇൻ ആക്സിഡൻറ്റ്സ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ ട്രെയിനിങ് ഇസ് ഇഫക്റ്റീവ്. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ്, ഏതൊക്കെയാണ് ഇവാലുവേഷൻ ഡിസൈൻസ് എന്ന് പറയുന്നുണ്ട്. ഒരു ബെഞ്ച് മാർക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സം ഓർഗനൈസേഷൻസ് യൂസ് ബെഞ്ച് മാർക്ക് മെഷേഴ്സ് ഓഫ് ട്രെയിനിങ് ഫോർ കമ്പയറിംഗ് വൺ ഓർഗനൈസേഷൻ വിത്ത് അനദർ. ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണൽസ് കളക്ട് ഡാറ്റ റിലേറ്റ് വിത്ത് ട്രെയിനിങ് ഓഫ് വൺ ഓർഗനൈസേഷൻ ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ഡാറ്റ ഓൺ ട്രെയിനിങ് വിത്ത് അനദർ ഓർഗനൈസേഷൻ. ബെഞ്ച് മാർക്കിംഗ് വെച്ചും കൊണ്ടുള്ളൊരു ഇവാലുവേഷൻ. അപ്പോൾ ഇവാലുവേഷൻ ഡിസൈൻസ് ഏതൊക്കെയാണെന്നുള്ളത് അടുത്തതായിട്ട് നോക്കാം. ഇവാലുവേഷൻ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഇവാലുവേഷൻ ഓഫ് ട്രെയിനിങ് ക്യാൻ ബി ഡൺ ഇൻ എ നമ്പർ ഓഫ് വേയ്സ് എന്നാണ് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പോസ്റ്റ് മെഷർ, പ്രീ പോസ്റ്റ് മെഷർ ആൻഡ് പ്രീ പോസ്റ്റ് മെഷർ വിത്ത് കൺട്രോൾ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് മെഷർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിനിങ് ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, മെഷറിങ് വെദർ ദ ഇൻഡിവിജ്വൽസ് ക്യാൻ പെർഫോം വാട്ട് ദ മാനേജ്മെൻറ്റ് വാണ്ട്സ് ദം ടു പെർഫോം ആഫ്റ്റർ ദ ട്രെയിനിങ്. പോസ്റ്റ് അതായത് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മെഷർ ചെയ്യുന്നു. മാനേജ്മെൻറ്റ് ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ ഇതും എന്തായിട്ടുണ്ടോ എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടോ, എംപ്ലോയീസ് അതിനനുസരിച്ച് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് പോസ്റ്റ് മെഷറാണ്. അതായത് ബൈ മെഷറിങ് ദ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ബൈ കമ്പയറിങ്, ദറ്റ് ഈസ് ആഫ്റ്റർ ദ ട്രെയിനിങ്. ദെൻ പ്രീ പോസ്റ്റ് മെഷർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ് മാനേജർ ഹാഡ് മെഷേർഡ് ദ ഡാറ്റ എൻട്രി സ്പീഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രെയിനിങ്, then he can know whether the training given has helped to improve the speed. അതായത് ഒരു എംപ്ലോയിനെ നമ്മൾ വാച്ച് ചെയ്യുന്നു, മുമ്പ് അയാളുടെ സ്പീഡ് എത്രത്തോളം ഉണ്ട്, ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അയാളുടെ കഴിവ് എങ്ങനെയുണ്ട്, അങ്ങനെ കമ്പയർ ചെയ്തിട്ട് രണ്ടും കൂടെ പ്രീ ആൻഡ് പോസ്റ്റ് മെഷർ. മനസ്സിലായല്ലോ? ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നേ എങ്ങനെയുണ്ട്, ട്രെയിനിങ് കൊടുത്തതിന് ശേഷം എങ്ങനെയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടും നമുക്ക് ട്രെയിനിങ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഡിസൈനാണ് പ്രീ പോസ്റ്റ് മെഷർ. പിന്നെ പ്രീ പോസ്റ്റ് മെഷർ വിത്ത് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ ട്രെയിൻഡ് ആൻഡ് അൺട്രെയിൻഡ് ഗ്രൂപ്പ് ആർ ടേക്കൺ ഫോർ വെരിഫിക്കേഷൻ ഓഫ് ഇഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ്. ഒരു ട്രെയിൻഡ് ഗ്രൂപ്പിനെയും അൺട്രെയിൻഡ് ഗ്രൂപ്പിനെയും ഒരേപോലെ ഒരു വർക്ക് കൊടുക്കും. ദ അൺട്രെയിൻഡ് ഗ്രൂപ്പിനെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോൾ ആഫ്റ്റർ ട്രെയിനിങ് ദ ട്രെയിൻഡ് ഗ്രൂപ്പ് ഇസ് വർക്കിംഗ് ഫാർ ബെറ്റർ ദാൻ ദി കൺട്രോൾ ഗ്രൂപ്പ്. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അൺട്രെയിൻഡ് ഗ്രൂപ്പിനെക്കാട്ടും നല്ലതായിട്ട് ഈ ട്രെയിൻ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാനേജർ ക്യാൻ സേ ദാറ്റ് ദ ട്രെയിനിങ് ഈസ് ഇഫക്റ്റീവ്. അങ്ങനെയാണ് 3 ഡിസൈൻസ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കാം വിച്ച് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഇവാലുവേഷൻ എന്നുള്ളത്. അപ്പോൾ ട്രെയിനിങ് ഇവാലുവേഷന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ യൂസ്ഡ്. അതായത് എന്താണോ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ യൂസ്ഡ്. ഓക്കെ. അപ്പം ഇവിടെ വരുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ദ യൂഷ്വൽ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ ആർ ഫസ്റ്റ് വൺ ക്വസ്റ്റ്യനെയർ മെത്തേഡ്, interview, questionnaire, then attitude survey, test, observation and performance records. ഇതിലൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. ഇൻ്റർവ്യൂ അറിയാലോ, അതായത് ട്രെയിനിങ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. സീക്കിംഗ് ഇൻഫർമേഷൻ ഫേസ് ടു ഫേസ് ബൈ മീൻസ് ഓഫ് ടെലിഫോൺ ഓർ ബൈ അതർ സ്ട്രാറ്റജീസ് ലൈക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ എക്സെട്ര. ഓക്കെ. രണ്ടാമത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനെയർ ആണ്. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് എംപ്ലോയീസ്. ഓക്കെ. അപ്പോൾ ഇഫ് ക്വസ്റ്റ്യനെയർ ഇസ് ഫൗണ്ട് അൺസ്യൂട്ടബിൾ ദ ക്വസ്റ്റ്യനെയർ ഷുഡ് ബി റീഡിസൈൻഡ് ആൻഡ് പൈലറ്റ് സർവേസ് ഷുഡ് ബി കണ്ടക്റ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്നുള്ളത് എംപ്ലോയീസിനെ കൊണ്ട് ടിക്ക് ചെയ്യിപ്പിച്ച് വാങ്ങാം. ദെൻ ആറ്റിറ്റ്യൂഡ് സർവേ ആണ്. ആറ്റിറ്റ്യൂഡ് സർവേ എന്നത് ഇമ്പാക്റ്റ് ഓഫ് ട്രെയിനിങ് ക്യാൻ ബി അസസ്ഡ് ബൈ മെഷറിംഗ് ദ ഇമ്പാക്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രെയിനിങ്. ദെൻ ടെസ്റ്റ്, അതായത് ട്രെയിനർ ക്യാൻ ഡെവലപ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ടു മെഷർ ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ്. ഒബ്സർവേഷൻ, അതായത് സൂപ്പർവൈസേഴ്സ് ക്യാൻ ജഡ്ജ് ബൈ ഒബ്സർവിങ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്.
ദെൻ ലാസ്റ്റ് വൺ പെർഫോമൻസ് റെക്കോർഡ്സ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം is a tool available to measure the performance in most of the organizations. By analyzing the performance of employees, the management can assess whether the training is effective or not. Okay, so these are the different methods used for training evaluation. Then next we can see what are the advantages of training evaluation. അഡ്വാൻറ്റേജസ് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വരുന്നത്? അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്ന ട്രെയിനിങ് ഇഫക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത് മെഷർ ചെയ്യലാണ്. സോ ഇറ്റ് ആക്ട് ആസ് എ ചെക്ക് ടു എൻഷുർ ദാറ്റ് ദ ട്രെയിനിങ് ഇസ് ഏബിൾ ടു ഫിൽ ദ കോമ്പിറ്റൻസി ഗ്യാപ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ഇൻ എ കോസ്റ്റ് ഇഫക്റ്റീവ് വേ. അപ്പോൾ വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് നോക്കാം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ഇവാലുവേഷൻ? ഫസ്റ്റ് വൺ, ഇവാലുവേഷൻ എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി. അതായത് ട്രെയിനിങ് ഇവാലുവേഷൻ എൻഷുവേഴ്സ് ദാറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് കംപ്ലൈ വിത്ത് എ കോമ്പിറ്റൻസി ഗ്യാപ്പ്. അപ്പോൾ എവിടെയാണോ ലാക്ക് ഉള്ളത്, ഗ്യാപ്പ് വന്നിരിക്കുന്നത്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. ആൻഡ് ദാറ്റ് ദ ഡെലിവറബിൾസ് ആർ നോട്ട് compromised upon. Okay, then check the cost. Training ensures that the training programs are effective in improving the work quality, employee behavior, attitude, and development of new skills within the employee within a certain budget. അപ്പോൾ check the cost. Then feedback to the trainer or training. അപ്പോൾ ഇവാലുവേഷൻ ഓൾസോ ആക്ട് ആസ് എ ഫീഡ്ബാക്ക് ടു ദ ട്രെയിനർ ആൻഡ് ഫെസിലിറ്റേറ്റർ ആൻഡ് ദ എൻറ്റയർ ട്രെയിനിങ് പ്രോസസ്സ്. അതായത് ഈ ട്രെയിനിങ് ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ ട്രെയിനർക്ക് തന്നെ മനസ്സിലാവും, ഒരു ഫീഡ്ബാക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ട്രെയിനർക്ക്, അയാളുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് എന്താക്കാം എന്നാണ് പറയുന്നത്, എന്തൊക്കെയാണ് ഇറ്റ് ഈസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ദ ലീപ്പ് ഹോൾസ് ഓഫ് ദ ട്രെയിനിങ് ആൻഡ് ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് അക്കോർഡിംഗ്ലി. ദെൻ അതർ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്പ് ദ കമ്പനി ടു ഇംപ്രൂവ് ട്രെയിനിങ് ഫോർ ഫ്യൂച്ചർ പാർട്ടിസിപ്പൻസ്. അതായത് ട്രെയിനിങ് ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെയിനിങ് നടത്തിയത് കൊണ്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ എന്ന് മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചർ ട്രെയിനിങ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. Then it helps the organization to confirm that employees are getting right type of training. It also helps to prove that training is adding value. അതായത് പെർഫോമൻസ് റെക്കോർഡ്സ് ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെദർ ദ ട്രെയിനിങ് ആഡ്സ് വാല്യൂ എന്നുള്ളത്. ദെൻ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ആക്ടിവിറ്റീസ്. ഇറ്റ് ഓൾസോ ഇംപ്രൂവ് ദ എബിലിറ്റി ഓഫ് ട്രെയിനേഴ്സ് ടു റിലേറ്റ് ഇൻപുട്സ് ടു output. Then better discrimination of training activities between those that are worthy of support and those that should be dropped. അപ്പോൾ എവിടെ ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ബെറ്റർ ഇൻറ്റഗ്രേഷൻ ഓഫ് ട്രെയിനിങ് ഓഫേർഡ് ആൻഡ് ഓൺ ദ ജോബ് ഡെവലപ്മെൻറ്റ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് അതർ ബെനിഫിറ്റ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. പിന്നെ ലാസ്റ്റ് പാർട്ട് നിങ്ങൾ തന്നിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ആണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇൻവൈറ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ടു അപ്ലൈ ഫോർ ദ ജോബ്. അവിടെ എന്താ നടക്കുന്നത്, എംപ്ലോയീസിനെ ക്ഷണിക്കുക ചെയ്യുന്നത് ഈ ജോലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ, അവിടെ ജോലി കിട്ടുന്നില്ല, എല്ലാവരും അപ്ലിക്കേഷൻ കൊടുക്കുന്നു. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ് എന്ന് പറയാം. നേരെ മറിച്ച് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെലക്ടിങ് ദ റൈറ്റ് മാൻ ഓൺ ദ റൈറ്റ് ജോബ്. അപ്പോൾ അതൊരു നെഗറ്റീവാണ്, അതായത് റിജക്റ്റിംഗ് ദ അതർ എംപ്ലോയീസ്, നല്ല ആളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പേഴ്സണൽ പ്ലേസ്മെൻറ്റ്. സെലക്ഷൻ ഇസ് എ പ്രൊസീജിയർ ഫോർ പേഴ്സണൽ പ്രൊസീജിയറാണ്, മറ്റേത് മെത്തേഡാണെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഫ്രം പ്രോബബിൾ കാൻഡിഡേറ്റ്സ്. ദെൻ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എലിമിനേഷൻ because it involves rejection of unsuitable candidates. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെ ഫസ്റ്റ് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഫോർ സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്. പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ കണ്ടുപിടിച്ചിട്ട് അവരെ എന്താക്കുക ചെയ്യുന്നത്, സ്റ്റിമുലേറ്റിംഗ് ദം ഫോർ അപ്ലൈയിങ് ദ ജോബ്സ്. അതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. ദ പേർപ്പസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്താണ്, ടു ക്രിയേറ്റ് എ ലാർജ് പൂൾ ഓഫ് അപ്ലിക്കൻസ്. അതായത് ഒരു ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകളെ കിട്ടുക എന്നുള്ളതാണ് അതിലേക്ക്. അതിൽ നിന്നാലും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യാമല്ലോ. സോ എന്താണ്, ടു ക്രിയേറ്റ് എ ലാർജ് പൂൾ ഓഫ് അപ്ലിക്കൻസ്. നേരെ മറിച്ച് എയിം ഓഫ് സെലക്ഷൻ എന്താണ്, എലിമിനേഷൻ ഓഫ് അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ദെൻ ലാസ്റ്റ് വൺ, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ പ്രോസസ്.
ദെൻ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് റിക്വയർഡ് ടു ക്രോസ് സെവറൽ ഹേർഡിൽസ്. അതായത് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതോടുകൂടി